സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ഒരാഴ്ച നിർത്തിവെച്ച IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കും. ലീഗിലെ അവശേഷിക്കുന്ന 17 മത്സരങ്ങളും ഈ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ BCCI ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ഒഴികെ മറ്റ് മത്സരവേദികളെല്ലാം നിലനിർത്തിയേക്കും. ഇന്ന് നടക്കുന്ന IPL ഭരണസമിതി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞു. നിഖിൽ കുമാർ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഖിൽ. അനിൽ നമ്പ്യാർ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ ഒരു വിവരം കൂടി പങ്കുവെക്കുകയാണ്. അതായത് IPL മത്സരം 16-ാം തീയതി മെയ് 16-ാം തീയതി പുനരാരംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് ഈ 3 നഗരങ്ങളിലായി മത്സരം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ BCCI ആലോചിക്കുന്നത്. അതായത് ഒരു ദിവസം 2 മത്സരം എന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് ഈ 3 സ്ഥലങ്ങളിലുമായി IPL മത്സരം നടത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ IPL ഗവേണിംഗ് കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് ചില അപ്ഡേറ്റുകൾ IPL അധികൃതരുമായി ബന്ധപ്പെട്ട ചില ദേശീയ കായിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് മെയ് 30-ാം തീയതിക്കുള്ളിൽ പൂർണ്ണമായും IPL മത്സരങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് IPL ഗവേണിംഗ് കൗൺസിൽ അല്ലെങ്കിൽ BCCI വെക്കുന്ന ഒരു നിർദ്ദേശം. അതാണ്. അതായത് ഈ 30-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു മത്സരങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായും മത്സരങ്ങൾ തീർക്കുക എന്നുള്ളതാണ് BCCI മുമ്പിലുള്ള ലക്ഷ്യം. കാരണം ഈ വിദേശ താരങ്ങളുണ്ട്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ താരങ്ങളുണ്ട്. അവർക്ക് അനുവദിച്ച സമയം ഈ ഒരു മെയ് 30 വരെയാണ്. അവർക്ക് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന സമയം ഈ ഒരു മെയ് 30 അവസാനിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ മെയ് 30-നുള്ളിലെ ഈ ഒരു മത്സരങ്ങൾ പൂർണ്ണമായും നടത്തി തീർക്കുക, ഫൈനലടക്കം മെയ് 30-നുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോഴെന്തായാലും BCCI മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇനി അവശേഷിക്കുന്ന 17 മത്സരങ്ങൾ അത് ഈ മാസം 16-ാം തീയതി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 നഗരങ്ങൾ ചെന്നൈ, ഒപ്പം തന്നെ ബംഗളൂരു, ഹൈദരാബാദ് താരതമ്യേന ഈ ഒരു സുരക്ഷാ ഭീഷണി വളരെ കുറവുള്ള 3 നഗരങ്ങളാണ് ഈ ചെന്നൈയും ഹൈദരാബാദും ഒപ്പം ബംഗളൂരുവും. അതുകൊണ്ട് തന്നെ ഈ 3 നഗരങ്ങളിലുമായി ഈ ഒരു മത്സരക്രമം നടത്താനാണ് ആലോചിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഏറ്റവും പുതിയ ഷെഡ്യൂൾ BCCI പുറത്തിറക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കുറെ അധികം വാർത്തകൾ വന്നിരുന്നു. കാരണം BCCI ഈ ടീമുകളോട്, എല്ലാ ഫ്രാഞ്ചൈസികളോടും മുഴുവൻ താരങ്ങളോടത്തും ഇപ്പോൾ താരങ്ങൾക്ക് അവധി അനുവദിച്ചിട്ടുണ്ട്. പല താരങ്ങളും നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്, വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. താരങ്ങൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. താരങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ പല താരങ്ങളും മടങ്ങിയിട്ടുണ്ട്. ഈ താരങ്ങളോടെല്ലാം ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തിരികെ ടീമിനൊപ്പം ചേരണം എന്ന നിർദ്ദേശം ഇപ്പോൾ BCCI എല്ലാ ടീമുകളുടെടുത്തും 10 ടീമുകളുടെടുത്തും നൽകിയിട്ടുണ്ട്. അതായത് ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ താരങ്ങൾ ടീമിനൊപ്പം ചേരുക, ഒപ്പം വളരെ വേഗത്തിൽ തന്നെ മത്സരം പുനരാരംഭിക്കുക എന്നതാണ് എന്തായാലും IPL ഗവേണിംഗ് കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 3 നഗരങ്ങൾ, ആ 3 നഗരങ്ങളിലായി മത്സരം പൂർത്തിയാക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ആക്രമണം, അതിനെ തുടർന്നാണ് പഞ്ചാബും ഡൽഹിയും തമ്മിലുള്ള ധരംശാലയിൽ നടന്ന മത്സരം അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ മത്സരം 10 ഓവർ പിന്നിട്ടപ്പോൾ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ആ മത്സരം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് വീണ്ടും മത്സരം നിർത്തിവെച്ചു. ഒരാഴ്ചത്തേക്ക് മത്സരം നിർത്തിവെക്കുന്നു എന്നാണ് BCCIയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അന്ന് അറിയിപ്പ് ലഭിച്ചത്. ആദ്യം ഈ ഒരു മത്സരം ചില സാങ്കേതിക കാരണങ്ങളാൽ മത്സരം നിർത്തിവെക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അതിനെ തുടർന്ന് മത്സരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം BCCI റെയിൽവേയുമായി സഹകരിച്ച് പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ താരങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നു. അതായത് ധരംശാലയിൽ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ ലഭ്യമായതിനെ തുടർന്ന് മുഴുവൻ താരങ്ങളെയും, മാച്ച് ഒഫീഷ്യൽസിനെയും, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെയും, ഗ്രൗണ്ട് സ്റ്റാഫുകളെയും, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാഫുകളെ അടക്കം മുഴുവൻ ആളുകളെയും പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ അന്ന് രാത്രി തന്നെ അവിടെ എത്തുകയും അവരെ മുഴുവൻ താരങ്ങളെയും ഡൽഹിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഉള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായി ആലോചിച്ച ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വരുന്ന 16-ാം തീയതി മുതൽ 3 വേദികളിലായി മത്സരം പുനരാരംഭിക്കാനാണ് സാധ്യത. അനിൽ നമ്പ്യാർ. സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ഒരാഴ്ച നിർത്തിവെച്ച IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കും. ലീഗിലെ അവശേഷിക്കുന്ന 17 മത്സരങ്ങളും ഈ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ BCCI ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹിമാചൽ പ്രദേശിലെ ധരംശാല ഒഴികെ മറ്റ് മത്സരവേദികളെല്ലാം നിലനിർത്തിയേക്കും. ഇന്ന് നടക്കുന്ന IPL ഭരണസമിതി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല
വ്യക്തമാക്കി. എം നിഖിൽ കുമാറാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.